അപ്പോൾ എന്തുകൊണ്ടും എല്ലാവർക്കും വിശേഷം, സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും. അങ്ങനെ ഇന്ന് ഉച്ചയായപ്പോൾ ഫോൺ വാങ്ങാൻ പോയി. ഞാനും കൂടാണ് പോയത്. ഹസ്ബൻഡ് ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് പോയി. അവൾക്ക് ഓട്ടോയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, യാത്ര. അങ്ങനെ പോയി. നമ്മുടെ ഇവിടെ റോഡ് പണിയാണ്, പിന്നെ കറങ്ങി തിരിഞ്ഞ് ഏതായാലും ചെന്നു. കുറേ ഫോണുണ്ടല്ലോ. നമ്മളുടെ എമൗണ്ട് നമ്മൾ കൊണ്ട് ചോദിച്ചു, നമ്മൾ പറഞ്ഞു നമുക്ക് 10 രൂപ. അതിനകത്ത് താഴെ നിൽക്കുന്നതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റെഡ്മിയാണ്. അപ്പം ഹസ്ബൻഡിനും ചേച്ചിക്കും പിന്നെ അനിയനും എല്ലാവർക്കും വിവോയാണിപ്പോൾ. അപ്പം ആ ഒരു ഇത് തന്നെ എനിക്കും വേണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ റെഡ്മി നോക്കി. പക്ഷേ അതിൻ്റെ ബാക്ക് വശത്തെ ആ ക്യാമറയുടെ ആ ഒരു രീതി അതെനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ എനിക്കത് വേണ്ട, അല്ലെങ്കിൽ അത് എടുക്കുകയുള്ളായിരുന്നു ഞാൻ. അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു, നമ്മുടെ കയ്യിലിരുന്ന ആ ഒരു സെറ്റിനോടുള്ളൊരു സ്നേഹം. അപ്പോൾ അതിൽ അപ്പോൾ പിന്നെ വിവോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ അതും കുഴപ്പമില്ല, ഓപ്പോ നോക്കി. അങ്ങനെ ലാസ്റ്റ് വിവോയിൽ ചെന്ന് നിന്നു. നമ്മുടെ എമൗണ്ട് 9 ആണ്. അതിൽ പിന്നെ നമ്മൾ ഫോൺ സേഫായിട്ടിരിക്കാനായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ആ കവറിനോട് 200 രൂപയായി. അങ്ങനെ 200 അങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമായി. പകരം ഫോൺ എന്നുള്ളൊരു നേട്ടം എനിക്ക് കിട്ടി. അങ്ങനെ ഫോണുമായിട്ടുള്ളൊരു തുടക്കം ഇവിടെ ആരംഭിക്കണം. ഞാൻ ആദ്യം തന്നെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയെ ഫോൺ വാങ്ങി, അമ്മയോട് ആദ്യം സംസാരിക്കാമെന്ന് കരുതി എന്ന് പറഞ്ഞ് അമ്മയോട് സംസാരിച്ചു. അമ്മ ഹാപ്പിയാണ്, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം. അങ്ങനെ ഒരു കടമ്പ കഴിഞ്ഞു. ഇനി ഫോണെന്നുള്ള ഒരു ഇത് ഉണ്ടാകത്തില്ലല്ലോ കുറേ നാളത്തേക്ക്. പിന്നെ എൻ്റെ കുഞ്ഞ്, അവളുടെ കയ്യിലാണ് ഞാൻ ആദ്യം ഫോൺ വാങ്ങി, അവളുടെ കയ്യിൽ കൊടുത്തു. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരിശോധിക്കാനായിട്ട് വരും, അത് ഉറപ്പാണ്. പിന്നെ ഹെഡ്സെറ്റ് ഞാൻ ചോദിച്ചപ്പോൾ ഇതിൻ്റെ കൂടെ ഇല്ല. പിന്നെ അവിടെ നിൽക്കുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം എനിക്കൊരു ഹെഡ്സെറ്റൊക്കെ തന്നു. പുതിയതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെ 2 ചാനലുണ്ട്, അതും മുന്നോട്ട് പോകണം എന്നുള്ള ഒറ്റ കാര്യത്തിനാണ് ഞാൻ ഫോൺ വാങ്ങിക്കുന്നത് തന്നെ. വേറെ ഒന്നും എനിക്ക് കാര്യങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പം പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, എല്ലാം കഴിഞ്ഞ് ചോദിച്ചു ചാനലിൻ്റെ പേര് ചോദിച്ചു. ഞാൻ പറഞ്ഞു. പുള്ളി അപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തു. അതിൻ്റെ നന്ദി എനിക്ക് അപ്പോൾ തന്നെ, കാരണം നമ്മൾ പറയാതെ തന്നെ അറിഞ്ഞ് ചെയ്തല്ലോ. ഒരാളെങ്കിലും ഒരാൾ, ആ ഒരു സന്തോഷം ഞാൻ ഇതിലൂടെ അദ്ദേഹം കേൾക്കുന്നുണ്ടെങ്കിൽ അറിയിക്കുകയാണ്. ഹാപ്പി. അങ്ങനെ ഞങ്ങൾ പിന്നെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ് 27-ാം തീയതി, 2 വയസ്സാകുകയാണ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്തുള്ളൊരു കടയിലൊക്കെ കയറി. ഒരു ഉടുപ്പായിട്ട് ഒരെണ്ണേ വാങ്ങിയുള്ളൂ. കുറഞ്ഞ വീട്ടിലിടാൻ പറ്റുന്ന ഒരു ഉടുപ്പ് വാങ്ങി. ബാക്കി ഞാൻ മെറ്റീരിയൽസാണ് വാങ്ങിച്ചത്. 2-3 ഉടുപ്പിനുള്ള വാങ്ങി. അങ്ങനെ അതും വാങ്ങിച്ചു. ഞങ്ങൾ തിരിച്ച് വേറൊരു ഓട്ടോയിൽ ഇങ്ങനെ പോന്നു. ആദ്യം ഒരു ഓട്ടോ വിളിച്ചാണ് ഇവിടുന്ന് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ ചേട്ടന് വേറൊരു ഓട്ടോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു പോയിട്ട് വാന്ന് പറഞ്ഞിട്ട് പോയി. പിന്നെ ഞാൻ തിരിച്ച് വിളിച്ച് കഴിഞ്ഞിട്ട് അവൻ പറഞ്ഞു വേറൊരു ഓട്ടോ വിളിച്ച് പോവാം. ഞാൻ പറഞ്ഞു ഓക്കെ. അങ്ങനെ വലിയൊരു നഷ്ടം ഓട്ടോയിൽ സംഭവിച്ചുവെങ്കിലും ഞങ്ങൾ സുരക്ഷിതമായി മഴയ്ക്ക് മുമ്പ് ഇങ്ങെത്തി.